guys, assalamualaikum. Welcome back to my channel. Baby Abu. കുഞ്ഞി എന്താ ചെയ്യണേ? എന്ത് ചെയ്യുന്ന കുഞ്ഞി വെള്ളത്തിൽ കളിക്കുന്നത്. ഡാഡ ചെടി നനക്കുന്നു, മോൻ വെള്ളത്തിൽ കളിക്കുന്നു. ഗൈസ്, അപ്പോ ആഫ്റ്റർ എ വീക്ക് ഐ എം ഡൂയിങ് എ വ്ലോഗ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താന്ന് പറയൂ? ഒന്നുമില്ല. അയ്യോ, ഞാൻ മറന്നു. ആരെങ്കിലും ബർത്ത്ഡേ ആണോ ആനിവേഴ്സറി ആണോ എന്നല്ലേ. അതൊരിക്കലും ബേബി മറക്കാൻ പോണില്ല. ഇല്ല, ഞാനൊന്നും ചെയ്യില്ല. വെള്ളം നിനക്കറിയുള്ളൂ. ഒന്നും ചെയ്തില്ല. അത് വേറെ തന്നെ ചെയ്തെന്ന് തോന്നുന്നു. ചെയ്തിട്ടില്ല. അപ്പോ ഗൈസ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അതിഥിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എവിടെ എവിടെ അതിഥി? എവിടെ അതിഥി? വന്നിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതാരാന്ന് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലായിക്കോളൂ. അതാ, വൃത്തി മെനയില്ലാതെ ജീവിക്കൂല. ഭയങ്കര വൃത്തിയുള്ള ഒരു ജീവിയാണ് ഇത്. ഇന്നലെയാണ് എത്തിയത്. ഇന്നലെയാണ് എത്തിയത്. രാവിലെ 5 AM എത്തി. ഞാനും ബേബി പോയിട്ട് പിക്ക് ചെയ്ത് വന്നിട്ട് ഇന്നലെയൊക്കെ റെസ്റ്റ് എടുത്ത് ഇന്ന് തുടങ്ങി ക്ലീനിങ് മറിച്ചാണ്. ഈ റൂം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ബേബിയുടെ വാർഡ്രോബ് റൂമാണ്. നമുക്ക് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു റൂം, അല്ലെ സോനു? സോനു എവിടെ? സോനു എന്റെ റൂമിൽ എന്തോ പരിപാടി ഒപ്പിച്ചോണ്ടിരിക്കുക ഗൈസ്. നമുക്ക് പോലും ഇല്ല വാർഡ്രോബ് റൂം, അല്ലേ? ബേബിക്ക് ഉണ്ട് സ്വന്തമായിട്ട്. എന്നിട്ട് പറയണേ എനിക്ക് റൂമില്ല. എവിടെ ആളെവിടെ പോയാ? അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വാർഡ്രോബ് റൂം ഉണ്ട്, നമുക്ക് അതില്ല. അടുത്ത വീട് പണിയുമ്പോ എല്ലാവർക്കും അങ്ങനത്തെ ഓരോ റൂം ആക്കണം. എന്ത് രസമാണ് അത്. ഞാൻ എന്ത് കാണിച്ചു കൊടുക്ക? നിങ്ങ എപ്പോഴും ഇങ്ങനെ ഒരു കള്ളത്തറ പറയുമെന്ന് അറിയാലോ. ഞാൻ ലൈവായിട്ട് കാണിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ മടിക്കി വെക്കും. ഇല്ല, എല്ലാം നിങ്ങളതാ. ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. വാവ്, നല്ല രസമുണ്ട്. ചെടികളുടെ നടുവിൽ ലുക്ക് അറ്റ് ഹിം, ഹി ഈസ് ജസ്റ്റ് എക്സ്പ്ലോറിംഗ്. ഞാൻ ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ നോ പറയാറില്ല ഗൈസ്, ബിക്കോസ് അവർ ഏജ് ആണ്. ലെറ്റ് ദം എക്സ്പ്ലോർ. അയ്യോ അഴുക്കാവൂ, അയ്യോ ഇതാവൂ, അയ്യോ കുളിക്കണ്ടേ, ഇനിയും കുളിപ്പിക്കണ്ടേ എന്ന് ടെൻഷൻ ആക്കാറില്ല. ഒരു കുളിപ്പിച്ചാ പോരെ. അതുവരെ അവർക്ക് എക്സ്പ്ലോർ ആക്കാമല്ലോ. ഇപ്പൊ എക്സ്പ്ലോർ ആക്കില്ലെങ്കിൽ പിന്നെ ഇയാളെ പോലെ വയസ്സാകുമ്പോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? അല്ലേ? അയ്യോ, എല്ലാം സമ്മതിക്കണ്ടല്ലോ പാവം. അപ്പോ കുഞ്ഞി ഫുള്ള് കളിക്കണാണ്. അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അവനങ്ങനെ എക്സ്പ്ലോർ ആക്കട്ടെ. അവന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഡാഡ് ഉണ്ട് ഇവിടെ. സോ ഇന്നത്തെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ, ഈ ജിമ്മൊക്കെ ഉണ്ട് ഗൈസ്, ചെയ്യാൻ തുടങ്ങണം. എല്ലാം സെറ്റാക്കി വെച്ചത് മാത്രം നമ്മള് ചെയ്യാറില്ല ആരും. അപ്പൊ ഇതൊക്കെ ന്യൂ ഇയറിന്റെ ഒരു റെസൊല്യൂഷൻ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. സോനു ഇവിടെ ഇരിപ്പായി ഗൈസ്. വാട്ട് ഷീ ഈസ് അപ് ടു ഐ ഡോണ്ട് നോ. എന്താ പറ. നമ്മളെ ഒരു മിനിറ്റ് സോനു, ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് പോലെയാണ്. നമ്മളത് ചെയ്തോണ്ടിരിക്കണേ ഉള്ളൂ. എല്ലാം ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആക്കണം ഇൻഷാ അല്ലാഹ്. പറ. ഇപ്പൊ അടുത്ത ബർത്ത്ഡേ ആവാറായി. തുറന്നിട്ടില്ല. നഷ്ടം. എക്സ്ക്യൂസ് മീ പ്ലീസ്, യു ഡോണ്ട് ഡ്രീം അബൌട്ട് ഇറ്റ്. ഐ വിൽ നോട്ട്. എടുക്കേണ്ടി വരും. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ മെക്കാനിക്സിനോട് താല്പര്യം. കിൻഡർ ജോയിൽ കിട്ടുന്ന ടോയ് ആണെങ്കിൽ സോർട്ട് ചെയ്യും. ഇത് നട്ട് ബോൾട്ട് എല്ലാം ഉണ്ട്. ഈ 4 കാല് വെച്ചിട്ട് ഇത് മേളിൽ വരണം. അപ്പൊ ഇങ്ങനെ ഒന്ന് പിടിച്ചെടുക്കാൻ ഒരാളെ ഹെൽപ്പ് വേണം. ഈ നട്ട് ബോൾട്ടൊക്കെ കയറ്റാൻ. ഒറ്റക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതാ പറഞ്ഞ കിൻഡർ ജോയിൽ കിട്ടുന്ന ടോയ് ആണെങ്കിൽ ഇത് ബസ്സിക്ക് ഏൽപ്പിക്കാം. ബേബിക്ക് ഏൽപ്പിച്ചോണ്ടല്ലേ ഇതുവരെ നടക്കാത്തത്. അല്ലെങ്കിൽ ഒരാളെ പിടിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ ഇത് ഓപ്പൺ ആക്കിയ സ്ഥിതിക്ക് സെറ്റ് ആക്കി കാണിച്ചു കൊടുക്കണം ഇന്ന് ഈ വീഡിയോ തന്നെ. അപ്പൊ ടുഡേ മെയിൻ ആയിട്ട് വീഡിയോ എടുക്കാനുള്ള റീസൺ, ഈ റൂം ഒന്ന് ഒതുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഫുൾ ആയി കഴിയും. 1/2 hour ആയെന്ന് തോന്നുന്നു. ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കട്ടെ. ഫുള്ള് ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഫുൾ ഡ്രസ്സിന്റെ സ്റ്റാൻഡും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഫുൾ പില്ലോസും ഇങ്ങനത്തെ ഫ്രെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ആക്ച്വലി വി ക്യാൻ യൂസ് ഇറ്റ്. മേക്കപ്പ് ഒക്കെ ചെയ്യാൻ നല്ല ഒരു സ്പേസ് ആണിത്. ഇവിടെ ഇതായിരുന്നു. ഈ കട്ടിലും മാറ്റി അടിപൊളി ആയേനല്ലേ ഇവിടെ നിന്ന്. ഞാൻ ബേബിനോട് ചോദിച്ചു നോക്കാം.
അപ്പൊ ഈ റൂം ഒരു അടിപൊളി സ്പേസ് ആണ്. നമ്മൾ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ. അതോടെ വെച്ചോ, കിടോടതല്ലേ എബോന്നെയാണ്. അപ്പൊ അത് കബോർഡിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ അതൊക്കെ ബേബി, ഇത് ഞാൻ ഈ സ്റ്റാൻഡ് ഇപ്പൊ അവിടെ ഉള്ളത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. അത് അങ്ങോട്ട് തന്നെ കേട്ടണം ഈ 2 സ്റ്റാൻഡും. നമുക്കില്ലേ ആ വാർഡ്രോബ് റൂമിൽ ഒരു ഇതില്ലേ കട്ടില് കുഞ്ഞത്, വാർഡ്രോബ് റൂമിൽ അതെവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് കൈൻഡ് ഓഫ് ലോക്കൽ സെറ്റപ്പ് ആണ്. നിങ്ങൾ ആ ഒരു റൂം ഞാൻ വാർഡ്രോബ് പ്രീമിയം ആക്കി തരാൻ വേണ്ടിയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. സാധനങ്ങളൊക്കെ മാറ്റിയപ്പോ തന്നെ നോക്കി അങ്ങനെ ഇടായിരുന്നു. ഇപ്പൊ നോക്ക് നിങ്ങ ഫുൾ സ്പേസ് ആയിട്ട് ഇറ്റ് ലുക്സ് സോ ഗുഡ്. യാ ദാറ്റ്സ് ഗുഡ്, ബെറ്റർ ആക്ച്വലി. സോ ലുക്ക് അറ്റ് ദിസ് റൂം. ഇപ്പോഴാണ് ഒരു വാർഡ്രോബ് റൂം ഫീൽ ചെയ്യണേ, ഇല്ലെങ്കിൽ എല്ലാ സാധനങ്ങളൊക്കെ കേട്ടിട്ട്. സി ഞാൻ ഐ ഓപ്പൺ ആൻഡ് ഷോ യു. ബേബി പറഞ്ഞ പോലെ ഫുള്ളല്ല എന്റെ പർദാസ് ഒക്കെ. ഇത് നവഡേസ് ഐ ഡോണ്ട് യൂസ് പർദാസ് അബയാസ്. അപ്പോ ഇത് അതും ആളുകൊണ്ടേ വെക്കായിരുന്നു, ഒന്നും ഇവിടെ വെക്കരുത്. എബുന്റെ അടുത്ത് എന്തോ നോ പറഞ്ഞോണ്ടിരിക്കുക, കുറുമ്പൊപ്പിച്ചോണ്ടിരിക്കാൻ. ഇതൊരു മെസ്സി പോലെ. ഇതും അടിപൊളിയാണ്. ഈ ബാഗും മുകളിൽ കയറ്റി വെക്കാം. വി ആർ നോട്ട് യൂസിങ് ഇറ്റ് റൈറ്റ്. ഇതും മുകളിൽ കൊണ്ടേ വെക്കാം. വെറുതെ അൺനെസസറി. ഗസ്റ്റ് എന്തായാലും ഗസ്റ്റ് റൂമിലായിരിക്കും. മെയ്ഡ് ഒക്കെ പ്രസന്റ്ലി ഇപ്പൊ മെയ്ഡ് ഒന്നും ഇല്ല ഇവിടെ. സി ഇത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തത്, അതുകൊണ്ട് ഇറ്റ്സ് മെസ്സി. പിന്നെ ആണുങ്ങളെ അറിയാലോ, ഒരു സാധനം എടുക്കുമ്പോ ദിൽ നോട്ട് ടേക്ക് ഇറ്റ് പ്രോപ്പർലി. മൊത്തത്തില് എന്തോ മണ്ണിപ്പ് എന്റെ കുഞ്ഞിക്ക്. അതെന്തായാലും ഓപ്പൺ ആക്കി കഴിഞ്ഞു. സോനു സെറ്റ് ആക്കിയേ പറ്റുള്ളൂ. ഇറ്റ്സ് ടോട്ടലി മെസ്സി. ബേബി, ആർ യു പ്ലാനിങ് ടു ഗിവ് യുവർ ഡ്രസ് ടു സംബഡി? യാ, ബിക്കോസ് യു ആർ നോട്ട് യൂസിങ് ഓൾ ദിസ്. അപ്പോ നിങ്ങൾ വേണ്ടത് ഇതൊക്കെ മാറ്റണം. ഇത് നിങ്ങൾ പറഞ്ഞ 75% ഇല്ല, ഒരു 5% എന്റെ പർദസ് മാത്രം. ഇതൊക്കെ ഉണ്ടല്ല. ഇല്ല ഒന്നുമില്ല. ഒരു 5-5 10%. ഇല്ല, ഞാൻ ഈ സെക്ഷൻ ഫുൾ ക്ലിയർ ആക്കി പർദാസ് വെച്ചായിരുന്നു. ദാറ്റ്സ് ബെറ്റർ. ദിസ് റൂം വിൽ ലുക്ക് ഗുഡ്. എല്ലാം ഒന്ന് മാറ്റിയാൽ നിങ്ങളെ വാർഡ്രോബ് റൂം വിൽ ബി സോ ഗുഡ്. ആൻഡ് വി ക്യാൻ യൂസ് ദാറ്റ് പ്ലേസ്. മനസ്സിലായ? വീഡിയോ ഒക്കെ ചെയ്യാൻ, മേക്കപ്പ് ഒക്കെ ചെയ്യാൻ നല്ല രസമുണ്ട് ആ സ്പേസ്. സോന എന്തിനാ അങ്ങനെ പറയാറിയോ? സോനനെ നിങ്ങൾ വിളിക്കൂ പൊക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ടാ സോന ബേബി, സോന എന്തിനാ വേണ്ട പറയണറിയോ? നിങ്ങൾ സോനു തന്നെ വിളിക്കുള്ളൂ അത് പൊക്കാൻ വേണ്ടിട്ട്. അതും വേണ്ട, മുകളിൽ വെക്കാം. ഇതെല്ലാം മേളിൽ ഷിഫ്റ്റ് ആക്കാം. ലെറ്റ്സ് മേക്ക് ദിസ് റൂം എസ്തറ്റിക്. അതും എല്ലാം മേളിൽ കൊണ്ടേ വെക്കാം. വേണ്ടതൊക്കെ ഇല്ല, അതൊക്കെ തുടക്കണം. ഇപ്പൊ തുടച്ച് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കേട്ടും വീണ്ടും ആവശ്യമില്ലാത്തൊക്കെ മാറ്റും വാർഡ്രോബിൽ നിന്ന്. ബിക്കോസ് നോ, ഇതൊക്കെ മാറ്റണം. ലുക്ക് ഇറ്റ്സ് സോ മെസ്. ഇതൊക്കെ ബേബിയുടെ സ്യൂട്ട് കാര്യങ്ങളൊക്കെ, എക്സ്ട്രാ ഹാങ്കേഴ്സ് ആൻഡ് ഓൾ, ഇതൊക്കെ മാറ്റണം. ഇതെന്റെ മാരേജിന്റെ ആൻഡ് അപ്പത്തെ മംഗല അതിന്റെ. സോ ഐ ആം ഗോണ ക്ലിയർ ഓൾ ദിസ്. എന്താ അത് വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ വാട്ട് യു സേ? ഇരിക്കട്ടെ എന്നാ, ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റാന്ന. നല്ല രസമായിരിക്കും ഈ റൂം കാണാൻ. അപ്പൊ ഞാനും സോന ഒരു സൈഡ് പിടിക്കാം, ഒരു സൈഡ് അത് കാലിയാക്കി ഞാൻ ക്ലിയർ ആക്കിയിട്ടല്ല കേട്ടി. നോ സ്പേസ്. ഒന്നുകൂടെ ചെക്ക് ആക്കാം. ഈ പ്ലേസിൽ ഞാനിപ്പോ കുറച്ച് സാധനം കേട്ടി. 2-3 ബാഗ് ഉണ്ടായിരുന്നു ഈ ഒരു പ്ലേസിൽ. നോ, അവിടെ ഇല്ല. അത് ബേബിയുടെ കുറച്ച് സ്പോർട്സ് ഐറ്റംസ്. ബിക്കോസ് എല്ലാവർക്കും ഈ ഒരു
ഇത് കിട്ടൂല, മനസ്സിലായ? ഇങ്ങനത്തെ ഒരു റൂം എനിക്ക് സോനു തന്നെ ഇല്ല അല്ലെ? സോനു വെരി പാവങ്ങൾ, മടിക്കി മടിക്കിട്ടാണ് നമ്മള് വെക്കണം. ഈ വീട്ടിലത്തെ ആണുങ്ങൾക്കാണ് വാർഡ്രോബ് റൂം ഒക്കെ. ഇനി അടുത്ത വീട് പണിയുമ്പോ വാക്കിംഗ് വാർഡ്രോബ് ഉണ്ടാക്കും തോന്നുന്നു. അത് നമുക്ക് വേണം കേട്ടോ ബേബി. അടുത്ത വീട് പണിയുമ്പോ വാക്കിംഗ് വാർഡ്രോബ് അവരെ വാർഡ്രോബ് ആണ് മെയിൻ. I'm taking my yellow bag. അല്ല 14 ഡേയ്സിന് ഞാൻ ഇത് എടുക്കണോ? യെല്ലോ ബാഗ് ഒഴിവാക്കിട്ട്. I'll take this. ഞാൻ കുറച്ച് തട്ടിയായിരുന്നു എന്റെ ഡ്രസ്സൊക്കെ ക്ലിയർ ചെയ്യുന്നു. ആൻഡ് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ പ്ലാൻ ഒന്നും. സോ ഡോണ്ട് റിവീൽ ഇറ്റ് നൗ. വി ആർ റിവീലിംഗ് ഇറ്റ് ഇൻ അനദർ വീഡിയോ. നോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതെടുക്കാം. ബിബി ഫാമിലി പെട്ടി. അത് ഇത് കേട്ടണ്ടാലേ നമുക്ക് ഇതെടുക്കാം. എന്റെ എബുണ്ട് ഇതെടുക്കാം. ഇത് കൊടുക്ക്. ക്രിക്കറ്റ് കിറ്റ് കണ്ട ബെഷിക്ക് ക്രിക്കറ്റ് കിറ്റ് ഉണ്ട്. എല്ലാരും കണ്ടല്ലോ. ഈസ് എ ഗുഡ് പ്ലേയർ ഗൈസ്. പക്ഷെ നിങ്ങളൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ് അത്. യൂസ് ചെയ്ത് ഇങ്ങനെ ബാറ്റൊക്കെ വെച്ച് ബ്ലാക്ക് ഡ്രസ് ചെയ്തിട്ട്. ഇത് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതന്നെ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചു. ബിക്കോസ് ഹീസ് ഗെറ്റിംഗ് ബിസി, മനസ്സിലായ? ഹി കാൺ ഗോ പ്രാക്ടീസിനൊക്കെ. പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം പോലും ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സോനുന് ഇൻബോക്സ് ചെയ്താൽ മതി കേട്ടാ. എനിക്ക് മെസ്സേജ് ചെയ്യുക. സോനു മാത്രം നോക്കുള്ളൂ ഇൻബോക്സ്. നമുക്ക് ചെയ്ത് കാര്യമില്ല. നോ ഐ തിങ്ക് അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും. ചെക്ക് ചെയ്യണോ? അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇത് കേട്ടാലോ? ചെക്ക് ചെയ്യണോ? See, we have lots of blankets. അത് വേണമെങ്കിൽ പറയണ്ട കേട്ടോ, അത് നമ്മൾ യൂസ് ചെയ്യണത്. What is that? പർദാസാണോ ബേബി പറയണ പോലെ? അല്ലായിരിക്കും. നോ വി കേവ് റൈറ്റ്. നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാ പർദാസ്. മർമോൻ കേറുമ്പോ ഇവിടെ ഒരാൾക്ക് നെഞ്ചിരിക്കുന്നുണ്ട്. ഐ തിങ്ക് ഒരു ബാഗ്സ് ആണെന്ന് തോന്നുന്നു അതിന്റെ ഉള്ളില്. ചോറ് പാവ തലയിലിറക്കാതിരിക്കും. മിസ്റ്ററി ബോക്സിൽ എന്തിട്ട് നോക്കാം നമുക്ക്. ഈ പെട്ടിയുടെ അകത്ത് എന്താണ്? ഇത് നിങ്ങളെ സ്യൂട്ടിന്റെ കവേഴ്സ് ഒക്കെ ഞാൻ ഉള്ളിലാക്കി വെച്ചതാ. ഇവിടെ അല്ലല്ല, ഇതില് നോക്കാം ഗൈസ് നമുക്ക് എന്താണുള്ളതെന്ന്. തുറക്കൂ. ബിഗ് ബോസ് പെട്ടിയല്ലേ? രണ്ട് പെട്ടിയല്ലായിരുന്നു ബിഗ് ബോസ്. അതോടെ അവിടെ കൊടുക്കായിരുന്നല്ലേ? ഈ വീലൊക്കെ പോയി. വീലും വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വീലൊക്കെ അവര് ചെയ്ത് തരും. ഇതിന് കവർ വേണമെങ്കിൽ ഇട്ടതിനാ. ഇനി വി ഷുഡ് നോട്ട് ബൈ ഇങ്ങനത്തെ ട്രോളീസ്. ഓൾറെഡി ആയി നമുക്കിപ്പോ അല്ലെ കൊറേ. അതന്നെ ക്യാമറ എല്ലാം കൂട്ടി ഗിഫ്റ്റ്സ് ഐറ്റംസ്. ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ചേക്കാനുള്ള ഗിഫ്റ്റ് ഐറ്റംസ്. ഓക്കെ, നത്തിങ് മച്ച്. നമുക്ക് അന്നൊക്കെ കിട്ടിയത് ബേബി വെച്ചെന്ന് തോന്നുന്നു. ഫ്രെയിംസ് വെക്കണ്ട ബേബി, വെക്കണേ മാത്രം എടുക്കാം. റൂംസിലൊക്കെ വെക്കാം. എടുത്ത് വെച്ചോ അതിന്റെ ഉള്ളിൽ വെക്ക്. ഇത് ഉള്ളി കേട്ടാൻ പറ്റുമോ അതിന്റെ? ഈ ബാഗ് വേണ്ട, ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഇപ്പൊ ന്യൂ ട്രോളി ഉണ്ട്. അങ്ങനെ അല്ല, അതൊക്കെ എന്തിനാ? അതൊക്കെ വെക്കണ്ട ബേബി. എല്ലാം പുതിയതാ. ലെറ്റ്സ് നോട്ട് മേക്ക് ഇറ്റ് മെസ്സി. സാധനങ്ങൾ കുറക്കണ ഇതിൽ കൂടാൻ പാടില്ല. സമയായിട്ടില്ല വരാൻ. കുഞ്ഞി നിങ്ങ എന്ത് ചെയ്യണു? ഇതാണ് വെള്ളി. വെള്ളിയല്ലേ, മറ്റേ എന്തൊരു കാസ്റ്റിൽ
രണ്ടെണ്ണം ഉണ്ട്, രണ്ട് സൈഡിൽ ഇങ്ങനെ വെക്കാം. ഡൈനിങ് ടേബിളിൽ വെക്കണം, കിച്ചനെ ഡൈനിങ് ടേബിളിൽ വെക്കണം ഇങ്ങനെ. എന്താ? ഇതിലാണ് ചെയ്ത ബോക്സിൽ തന്നെ അങ്ങനെ വെക്കണ, പുതിയതാണത്. വെക്ക്. ഇങ്ങനെ വെക്കണ. We don't have a proper showcase, മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ വെക്കായിരുന്നു അല്ല അത് showcase. പിടിച്ച് മറക്കുന്നുണ്ട്. എവിടെ ഇരിക്കണോ ഓർമ്മ വേണം. ഓർമ്മ എന്തിനാ ഇത് പിടിച്ചോ, ലൈറ്റ് ആർക്കെങ്കിലും കൊടുക്കാം. നമ്മളെ ഇങ്ങോട്ട് വെക്കൂ, ഇതൊക്കെ ഇപ്പൊ എടുത്തിട്ട്. ഷോക്കടിച്ച് അല്ല അതിന്റെ എന്തോ ഉണ്ടായിരുന്നല്ലോ വേറെ, എന്തായിരുന്നോ? ജസ്റ്റ് ലൈറ്റ് മാത്രമല്ലായിരുന്നു. ആ എന്ത് പറ്റി? അല്ല ഷോക്കടിച്ചാണ്. അടിക്കോ? ഇല്ലടി കനി അവിടെയല്ലേ പിടിച്ചാണ്, എങ്ങനെ ഷോക്കടിക്കാതെ. ഏതാണ് ആക്കടെ അപ്പുറത്തല്ലേ? ഇതാണ് വർക്കിംഗ്. അതിന്റെ കൂടെ വേറെന്തോ ഉണ്ടായിരുന്നു. അതന്നെ, ഇറ്റ്സ് ഇൻകംപ്ലീറ്റ് ഇപ്പൊ കാണുമ്പോ. അങ്ങനെയല്ല അത്. ഗ്ലാസ് ഉണ്ടായിരുന്ന മേ ബി. വേറെന്തോ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ. ഇപ്പൊ കൈവിട്ട് വേണം ചൂട്. സോനു ലുക്ക് സോ ഫെയർ. നമ്മുടെ ക്രീമിന്റെ ഈ ബാഗൊക്കെ ആരെങ്കിലും വേണ്ടവര് പറഞ്ഞോട്ടോ, പക്ഷെ ആർക്കും അയച്ചു തരില്ല. വേണ്ടവര് ഇവിടെ വന്ന് എടുത്തോളാം, അത്രേ ഉള്ളൂ. കാരണം 2 ബാഗ് ഉണ്ട്, 2 ഒന്നിച്ച് കൊടുക്കാം. ട്രോളി കാര്യങ്ങളൊക്കെ മാറ്റി അവർക്ക് അത് യൂസ് ചെയ്യാം, ശരിയാക്കി എടുക്കാൻ പറ്റും. ടയർ കാരണം ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ട്രോളി ബാഗുകൾ ഉണ്ട്, അതുകൊണ്ട് ഇത് കൊടുക്കാം. ടയറൊക്കെ മാറ്റി യൂസ് ചെയ്യും. ഹീസ് ഹെൽപ്പിംഗ് യു. പൊക്കിത്തരാം ഞാൻ. അവിടെ ബുക്ക് 1 2 മറിച്ചിടുവേണം, പൊക്കൂല. ഇതെന്നെക്കാട്ടും വലുതാണല്ലോ. ഇഷ്ടമാണ് ട്രോളി ഉന്തി കൊണ്ടുപോകണേ. ഓക്കെ, കറക്റ്റ് ആയിട്ട് കയറ്റാൻ പറ്റില്ല. നീ അത് കുറിച്ചിട്ട് പൊട്ടണ സാധനം കുഞ്ഞത്. എനിക്ക് ഈ ഒരു പ്ലേസ് നമ്മൾ ക്ലിയർ ആയി അടിപൊളിയായിരിക്കോട്ടെ അവിടെ മേക്കപ്പ് ഒക്കെ. ഇത് എബു കൊള്ളണ്ട, ഉമ്മി പൊക്കോ മുബ. 6 അടിക്കണ്ട, ഇങ്ങോട്ട് വാ. ആ. അതെ, എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നോളി. ഇങ്ങനെ വേണമെന്ന് പറയാൻ. സോനുന്റെ മൈൻഡ് വേർഡ്സ് പോക്കി തന്നതുമല്ല, കറക്റ്റ് ആയിട്ട് തന്ന പോലെ. മനസ്സിലായില്ലേ? സോ ബേബി, ഞാൻ ഒന്നുകൂടി ചോദിക്കണേ, എവിടെ പൊക്കെ? ഒടിയായിരിക്കും. പൊടി എന്റെ കയ്യിൽ അയ്യോ പേടിച്ചു പോയി. ബേബി, ഐ യു ഷുവർ വി ആർ ടേക്കിംഗ് ദാറ്റ് ബാഗ്? പോകുമ്പോ പിന്നെ എന്തായിരിക്കും ബെറ്റർ? അത് ക്യാമറ ഓണാക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറയാനോ കൊണ്ടുപോകാൻ വേണ്ടതൊക്കെ. എനിക്ക് ആരൊക്കെ ടൈം വേണം. ഓക്കെ. എന്താ വെച്ചാൽ നമുക്ക് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോ കാലിയായല്ലേ പോകുന്നത്. അപ്പൊ കൊണ്ടുപോകേണ്ട ബാഗുകളും കൊണ്ടുപോകണം. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയ ബാഗുകളൊക്കെ സെലക്ട് ചെയ്ത് എല്ലാം പക്കയാക്കി എടുത്താലും നമുക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഗൈസ്, നാട് വിട്ട് പോകാനുള്ള പ്ലാൻ ആണ്. എവിടെയാ എങ്ങോട്ടാന്ന് നമ്മൾ പറയും അടുത്ത വീഡിയോ. നമ്മൾ നാട് വിട്ട് പോവുകയാണ്. 10 മിനിറ്റ് അവിടെ സ്പേസ് ആക്കി തരാം. കണ്ട പറ്റിച്ചെന്ന്. അപ്പൊ ഇവിടെ കുറച്ച് കൂടുതൽ സാധനങ്ങൾ കൊള്ളും. അത് ബി കെയർഫുൾ ബേബ്. ഞാനിപ്പോ എന്താ ചെയ്യാൻ? സോനു പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടാ ബേബി. നിങ്ങൾ പ്രതീക്ഷിക്കരുത് പറയാതെ മനസ്സിലാക്കണം. പറയാതെ എനിക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ഇത് കിട്ടിയാണെങ്കിൽ കറക്റ്റ് എന്റെ മുഖത്ത് തരണം. ഓ പ്ലീസ്, അത്ര ലവ് വേണ്ട നിന്നെക്കാൾ വെയിറ്റ് ഉണ്ടാവും കേട്ടാ, ഓരാക്കല്ലേ. ഇതാണ് കൈസ്, അതാണ് ഞാൻ ലൈവ് ആയിട്ട് പിടിച്ചോണ്ടിരിക്കുന്നത് കൈസ്. ലൈവ് ആണ്, ലൈവ് മൊത്തം ലൈവ് ആണ്. ഉള്ള ടൈമിന് താഴ്ത്തുന്നല്ല ആർഡർ എടുത്തിട്ടുണ്ടോ? ഓവറാക്കിട്ടാ താഴ്ത്താല ആർഡർ എടുത്തുണ്ടോ? അതുകൊണ്ടാണ് ഇത്ര സ്നേഹം. ബേബി നോ ബേബി, അത് കേരള ബേബി. അല്ലാ പഠിച്ചോണേ, അല്ലാ. നീ എത്തിനാ കേൾക്കട്ടെ വിട്ടാ സോനു, ദിസ് ഇസ് ടു മച്ച്. പിടിച്ചു കൊടുത്ത പോലെ
അയ്യോ എല്ലാം ക്ലിയർ ആക്കണം ഇത് കഴിയുമ്പോ. സെറ്റ്. ഇനി സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. ആ സോ യു ഡു വൺ തിങ് ബേബി. ഈ ബ്ലാക്ക് ബാഗ് കയറ്റി വെച്ചോ അവിടെ, നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അതായിരിക്കും ബെറ്റർ. ഇത് കൊടുക്ക് സോനു, ബ്ലാക്ക് ബാഗ് അവിടെ കയറ്റട്ടെ ബേബി. കുഞ്ഞേ വി ആർ വർക്കിംഗ് ഹിയർ. എന്താണ് ഉമ്മ എടുക്കാം കേട്ടാ. സ്പേസ് ഉണ്ടാവില്ല കേറാനുള്ള. ഉണ്ടാവും, ഞാൻ സ്ട്രൈറ്റ് വെക്കാൻ മതി. ആ പില്ലോ എടുത്ത് അപ്പുറത്ത് പോയല്ല. അപ്പൊ അവിടെ ആ അതാണ് ശരിയാ. കണ്ട എന്റെ മമ്മ വേണം ഐഡിയ പറഞ്ഞു തരാൻ. കണ്ട ഒന്നും വേണ്ടല്ല. അതെല്ലാം പില്ലോ എടുത്ത് അപ്പുറത്ത് പോയി. അപ്പൊ ഈ ബാഗ് സെറ്റ് ആവും. ആ കണ്ട ബാംഗ്ലൂരിലത്തെ ആൾക്കാർ വേണം കേരളത്തെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ. മോക്ക് ബുദ്ധിയില്ല. മോള് ക്യാമറ പിടിച്ചോണ്ടിരിക്കോ ഫുള്ള് ലൈവ് ആയിട്ട്. എല്ലാം സെറ്റ് ആക്കി. അപ്പൊ അത് അങ്ങനെ എല്ലാം. അപ്പൊ ഈ ബാഗ് അവിടെ സെറ്റ് ആവും. നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം. പൊക്ക് ഇപ്പൊ കറക്റ്റ് എവിടെ കറക്റ്റ് ഓക്കെ കറക്റ്റ് ഓക്കെ ആവണം. കുറച്ചുകൂടി പൊക്കി വെച്ചാ മതിയില്ലേ? അവിടുന്ന് തുറന്നിട്ട് അവിടെ നിന്ന് വലിച്ചാൽ മതി. അല്ല പൊക്കിട്ട് അങ്ങോട്ട് വെച്ചാ മതിന്ന്. ആ പൊക്കത്തോട്ട് അവിടെ വീലൊടിഞ്ഞു കൂടി. ആ വീലൊടിഞ്ഞു. അത് ആ പ്ലാസ്റ്റിക്കിൽ കുടുങ്ങി കിടക്കണ വീല്. ആ പ്ലാസ്റ്റിക്കിൽ കുടുങ്ങി കിടക്കണ വീൽ. അതൊന്ന് പൊക്കിയാ ഓക്കെയാണ്. നീക്ക് അങ്ങനെ തന്നെ ആ ശരി കറക്റ്റാ. പക്ക അത്രേ ഉള്ളൂ. സിമ്പിൾ യാർ. സെറ്റ്. ഓ അതുകൊണ്ടല്ലോ ഓഫാക്കാത്ത. ഓക്കെ അതും അടച്ചു. യാ ക്ലിയർ ആക്കാം ഇപ്പൊ തന്നെ. ഞാൻ ഇത് ഓഫ് ആക്കട്ടെ. അങ്ങനെ ക്യാമറയുടെ പിൻഭാഗത്ത് നിന്ന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരൊന്നും ചെയ്തിട്ട് നടക്കണില്ല അങ്ങോട്ട് പെട്ടെന്ന്. ഞാൻ കേറണം എന്നാലേ പെട്ടെന്ന് നടക്കുള്ളൂ. പ്ലാസ്റ്റിക് ഒക്കെ വേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി വരും. യു നോ യൂസിങ് ദിസ് റൈറ്റ്? യൂസ് ചെയ്യണ്ടല്ലോ. സുനു ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു? അവക്ക് തന്നെ ഓർമ്മയില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണ്. ഷൂസ് ഇവിടെ അതൊക്കെ കാണാനില്ലല്ലേ? ആ സുനുണ്ടെല്ലാം തോന്നുന്നത്. അതൊക്കെ ആർക്കെങ്കിലും കൊടുക്കാം. ഇങ്ങനത്തെ ഉണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ ഇവിടെ വെച്ചിട്ട് അറിഞ്ഞും കൂടി ഇല്ല. എബു എന്താണ് എബു തരാപ്പരടക്കണം. ആ ഇതൊക്കെ ഇവിടെ തന്നെ വെക്കണല്ലേ? ചാക്ക് ബോക്സ് വേണ്ട. സോക്സ് ഉണ്ടോ പുതിയത് ലൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ഷൂടെ മുട്ട പോയി. നോ എനിക്കിവിടെ മതിയായിരുന്നു. നോ അപ്പൊ ഇവിടേക്ക് പിന്നെ ഒതുക്കിയിട്ട് നമുക്ക് വരാല്ലേ. ഗൈസ് ലോട്ട്സ് ഓഫ് കൺഫ്യൂഷൻസ്. ഈ കട്ടിൽ ഇവിടെ നിന്ന് മാറ്റണോ വേണ്ടേ എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷനിലാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കൂ. അല്ല അവര് പിടിച്ച് വലിച്ചാറ്റേന്ന് തോന്നുന്നു. മറ്റേ ഏത് സ്കൂളിന്റെ അടുത്താ അവര് വലിച്ച് താഴ്ത്താൻ നോക്കിയാ പിടിച്ച് വലിച്ച്. കണ്ട ഗൈസ് ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ അയ്യോ ഞാൻ മാസ്ക് വെക്കട്ടെ.
അതെല്ലാം അത് വേസ്റ്റ് ചെറിയ വേറെ എന്തോ ഫിറ്റിങ്സ് കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. എന്താ എന്താ ഇത് ഇങ്ങനെ ആയിരിക്കും ചാൻസ് ഇല്ല. ചിലപ്പോ ഒട്ടിയിരിക്കുന്ന സാധനമാണെങ്കിലോ. ഇതൊക്കെ എന്താ നമുക്ക് മാറ്റേണ്ടതാ. അവന്റെ സൈക്കിളിന്റെ അത് ആവശ്യമില്ല, വേണ്ടത്. കളറുള്ളത് അപ്പൊ താഴത്തോട്ട് ഇട്ടേ. ഇതിലാണ് ഏറുകളെ എയർ കളഞ്ഞിട്ട് വെക്കാം. തന്നെ കളയ കളയാണല്ല, എയർ കളയായിരിക്കും പറഞ്ഞത്. മമ്മക്ക് മലയാളം അറിയാത്ത തൊട്ടിട്ട് ഒത്ത കൺഫ്യൂഷൻ. കളയാണോ? ഇതിങ്ങനെ മേളിൽ നിന്ന് സാധനം അതാ, മേളിൽ നിന്ന് ആരാണ് വലിച്ചതാക്കിട്ട് അവിടെ തന്നെ ആയിരിക്കും മൈറ്റ്സ്. മേളിൽ ഇങ്ങനെ ഒരു സാധനം. ഇതിന്റെ താഴത്തൊന്നൊരു ഫിറ്റിംഗ് ഉണ്ടാവുമ്പോ അതും പോയി. സോനിപ്പോ അതിന്റെ എയർ കളയാനുള്ള ഫാനും കൊടുക്കാം. കണ്ടില്ല, വൈബ് ഉണ്ട് ഈ റൂം. പക്ഷെ വൈബൊക്കെ നശിഞ്ഞിരിക്കണം. കൊറേ സാധനങ്ങളൊക്കെ കേറ്റി വാർഡ്രോബ് റൂം ഒരുമാതിരി സാധനങ്ങൾ കേട്ടുന്ന റൂം, സ്റ്റോർ റൂം ആയിപ്പോയി. കൊച്ചുണ്ട് ആണുള്ളൂ കളിക്കുന്നു. എന്റെ റൂമിലിരിക്കും ഗൈസ്. ഇങ്ങനെ ഭയങ്കര വിശാലമായി ഇങ്ങനെ ഇത് അടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഓപ്പൺ ഫേസ് ആയി പോയാ എനിക്ക് അലർജി ഉള്ളതാണ്. നശിച്ചു പോവുകയാണ് തുമ്മി 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 തുമ്മിട്ട്. ഇതും വേണ്ട കേട്ടോ, ഇതും വേണ്ട. ഞാന് ബേബി മലേഷ്യ പോയപ്പോ തന്നെ തുടങ്ങിയതെല്ലാം സ്റ്റെപ്പ് ചെയ്യും. എന്റെ അലമാരി വാർഡ്രോബ് എല്ലാം ഒത്തി ഒത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ അലമാരി ആയതുകൊണ്ടിട്ട് അത് വീഡിയോ തരത്തില്ല ഗൈസ്. അപ്പൊ ബേബിയുടെ ഫുള്ള് വലിയ വാർഡ്രോബിന് ഒരു റൂമേ ഉള്ളതുകൊണ്ടിട്ട് എപ്പോഴും പരാതി പറയണല്ലോ, റൂമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ അറിയിപ്പിക്കാന്ന് വിചാരിച്ചു. വാർഡ്രോബ് ശരിയാക്കിയാ പൂളെങ്ങനെയാണ് വേണം. വാവ്, നല്ല രസമുണ്ട് കേട്ടോ ബേബി റൂം. ഓക്കെ, ഐ എം റെഡി. നല്ല വാർഡ്രോബ് ആണ്. എനിക്ക് റൂമിനേക്കാൾ വാർഡ്രോബ്സ് വേണം. ബിക്കോസ് നമുക്ക് മെയിൻ ആയിട്ട് ഡ്രസ്, ചെറിയൊരു ബെഡൊക്കെ മതി. ഞാൻ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് ചെയ്തോളാം എല്ലാം. വൈറ്റ് പെയിന്റ് ഫുള്ള് വൈറ്റ് ഒക്കെ വെച്ചിട്ട് ഞാനങ്ങനെ ആലോചിക്കണേ ഈ റൂം ആക്കിയാലോ ഫോർ എ ചേഞ്ച്. നിങ്ങളെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിടണം. ഞാൻ കഴുകി വെച്ചതാ. അതില് കഴുകിട്ട് തൽക്കാലം ഇവിടെ വെച്ചോ. മമ്മ അവിടെ ഇരിപ്പായി ഗൈസ്. സോനു വെറുതെ ആ വെളുത്ത മുഖം നശിപ്പിക്കല്ലേട്ടാ പൊടി അടിച്ചിട്ട്. യു ലുക്കിംഗ് സോ ഫെയർ ടുഡേ ആക്ച്വലി. സ്കിന്നിന്റെ ടാൻ ഒക്കെ മാറിയിട്ടുണ്ട്. നമ്മ അന്നാ ട്രിപ്പ് പോയില്ലേ, സീരിയസ്ലി ലുക്കിംഗ് സോ ബ്രൈറ്റ്. മാഷാഅല്ലാ നമ്മ ഇന്ന് ലാസ്റ്റ് ട്രിപ്പ് പോയത് മലേഷ്യ. She was so tan. അന്ന് ബിബി ക്രീം യൂസ് ചെയ്തിട്ട് നല്ല വെളുത്തതാ. അന്ന് നല്ല കളർ വെച്ച് യാ. തായ്ലാന്റ് ഫുക്കറ്റ് കാവ്യ എല്ലാം പോയിട്ട് ബോട്ടിങ്ങിനൊക്കെ പോയി വെയിൽ കൊണ്ട് ഞാൻ വെയിലത്തായിരുന്നു. അത് ഞാൻ പോലും അങ്ങനെ. രണ്ടാമത് ഇപ്പൊ വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ആളായി? A week maybe. ഒരു വീക്ക് ആയിട്ടില്ലെന്നോ. 1 വീക്ക്. 4-5 days. പക്ഷെ അതിലും നല്ല വ്യത്യാസമുണ്ട്. You look at her man. She looks so good. നല്ലുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണം. നല്ല കളറൊക്കെ കിട്ടിയതാണ്. അതായത് ബിബി ക്രീം യൂസ് ചെയ്യും, ആവശ്യത്തിന് കളർ കിട്ടുമ്പോ അഹങ്കാരം നിർത്തും. പിന്നെ യൂസ് ചെയ്യില്ല, വിട്ടുകളെ. പിന്നെ വെയിലൊക്കെ കൊള്ളൂ. എന്താ എനിക്കറിയാമോ, എനിക്കിഷ്ടം. ടാൻ മാത്രമല്ല സോനു, ഭയങ്കര അന്നീപനായിരുന്നു ഫേസിന്റെ അവിടെ ഒക്കെ, ലിപ്പിന്റെ അവിടെ ഒക്കെ. അല്ല, അല്ലെങ്കിൽ സ്കിൻ എനിക്ക് അങ്ങനെ പോയെ. പക്ഷെ കൊള്ളട്ടെ, ഭയങ്കര അന്നീവനാണ്. നല്ല ചേഞ്ചസ്. ഇപ്പൊ നല്ല ചേഞ്ചസ്. ഞാൻ കെയർ ചെയ്യൂല, നശിക്കും. ഇതിപ്പോ നീ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന മുമ്പ് നമ്മുടെ ബാച്ച് പണ്ട് വന്നിരുന്ന ബാച്ച് അല്ലേ, യെല്ലോയിഷ് ടോണിന്റെ. ഇപ്പൊ കെയർ നമ്മളിടക്കൊരു സിൽക്കി ഇത് കൊണ്ടുവന്നായിരുന്നു വൈറ്റ്. പക്ഷെ അത് മിക്ക കസ്റ്റമറിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് പഴയ തിക്നെസ് കുറച്ച് തിക്കായിട്ടുള്ള യെല്ലോ ക്രീം ഉണ്ട്, അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മള് പുതിയ ബാച്ച് അത് കൊണ്ടുവന്നു. ഇറ്റ്സ് വർക്കിംഗ് സോ വെൽ അല്ലേ. അത് ഏറ്റവും നല്ല ക്രീം അതാണ് ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇനി മാറ്റം പറ്റില്ല, കണ്ടിന്യൂ ഞാൻ ആ ക്രീം തന്നെ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ആർ കസ്റ്റമേഴ്സ് മിക്ക കസ്റ്റമറും വേണ്ടത് അതാ, അതുകൊണ്ട് അത് തന്നെ ആക്കിയാണ്. നല്ല പൊളി കേട്ടാ, എനിക്ക് യൂസ് ചെയ്യണം. ഫംഗ്ഷൻ വന്നിട്ടുണ്ട് ബേബിയുടെ. ഒരു മിനിറ്റ്, ഫംഗ്ഷൻ വന്നിട്ടുണ്ട് ബേബിയുടെ ഫാമിലി. സോ കുറച്ച് തിളങ്ങാലോ.
ഗൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് പുട്ട് ഓൾ ദ അല്ല, അത് order number, just call and order yours. It's really working so well. എക്സാമ്പിൾ മീ 4 days തന്നെ പിന്നെ ഉണ്ടാക്കി അതല്ലേ ഞാൻ സ്കിൻ കെയർ അതിന് ഭയങ്കര ഡാർക്കാവും സ്കിൻ യൂസ് ചെയ്യുമ്പോ പിന്നെ അടിപൊളി Care is important, guys. Care ദേവസാണ് നമ്മൾ യൂസ് ചെയ്ത കാര്യമല്ല. ബേബി അമ്മ പറയുന്നത് എനിക്കും തരണം കേട്ടോ. ഞാൻ യൂസ് ചെയ്യും. അമ്മ പണ്ട് യൂസ് പിന്നെ മറ്റ് വന്നപ്പോ അമ്മ ഇപ്പൊ നമുക്ക് വീണ്ടും ആ ടെക്സ്റ്റ് വന്നോണ്ടിട്ട് നമുക്ക് അറിയാതെ ഹൗ ഇറ്റ് വാസ്. എല്ലാരും ഇങ്ങനെ ഇരുന്നിട്ട് പണിയൊക്കെ ചെയ്യുമ്പോ കൂടെ ചെയ്യുമ്പോ വേറൊരു വൈബ്. എസ്പെഷ്യലി ബേബി അതിലുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഹി ഡസ് പണിയെടുപ്പിക്കാനുള്ള പരിപാടി. ഒന്ന് പോയെ മമ്മ ബേബി ഒക്കെ ഒരു കാര്യം ചെയ്യും. ദേ ഡു പെർഫെക്റ്റ്ലി A to Z കറക്റ്റ് ചെയ്യൂ. വെറുതെ തട്ടിക്കൂട്ടി ചെയ്യൂല. ഡൂയിങ് ഇറ്റ് വെരി വെൽ. അത് അങ്ങനെ പറക്കൂലേ മാ? നമുക്ക് മറ്റേ വെട്ട് തുണി എടുത്ത് തുടച്ചാ പോരെ? അത് പറക്കണുണ്ട് നോക്കേ. ഞാൻ തുണി തരട്ടെ? തുണിയിൽ തുടക്കാം നമുക്ക്. നീ വീയർതട്ടാ പപ്പനെ കൊല്ലും. ബേബി നമുക്കത് വെട്ട് തുണി ഇട്ടിട്ട് ചെയ്യുന്നല്ലേ നല്ല. എല്ലാരും ഗൈസ് നീ എന്ന് പറഞ്ഞ നമ്മളങ്ങനെയാ പറയണം അമ്മനെ. ഓക്കെ, ബിക്കോസ് നമുക്കത് നിങ്ങൾ വീയർതെന്ന് നമ്മൾ പറയാറില്ല. എല്ലാ നാട്ടിലും ഓരോരോ സ്റ്റൈൽ അല്ലേ. ഭയങ്കര എക്സ്പേർട്ടാണ് ബേബി ക്ലീനിങ്. സെറ്റ് അല്ലേ? തുണി അത് മതിയാ? വെള്ളം ഉണ്ടോ അതില്? ആ വേണം. ചണ്ടി മീൻസ് നമ്മളെ ഭാഷയില് സെറ്റ് ചെയ്യല്ലേ? പക്ഷെ ഞാൻ ഈ റൂം എടുത്താലോ അത് ആലോചിക്കണ്ട കേട്ടോ. സീരിയസ്ലി എനിക്ക് ഇഷ്ടമായി ഈ റൂം. ഇപ്പൊ മെസ്സി ആയി കിടക്കുമ്പോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. നോ നോ, ഞാൻ എംബപ്പെ ഫാൻ. എംബപ്പെ. ഉള്ളി പോവണ്ട, കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടോ അവിടെ? അടിച്ചു പിടിച്ചോ. കുഞ്ഞെന്നെ പോലെ അലർജി പിടിച്ചത്. കുഞ്ഞെന്നെ പോലെ അലർജി പിടിച്ചതാണ്. നമ്മുടെ പിടിച്ചതാണെന്ന്. നമ്മുടെ 2 ബോയ്സിന്റെ പുറത്തിടുന്ന ഡ്രസ്സൊക്കെ ഇതിന്റെ ഉള്ളിലാണ്. ജൈബുണ്ട് എബുണ്ട്. പക്ഷെ ഇതൊക്കെ പോരല്ലേ സോനു? വേറെ ഒരു എക്സ്ട്രാ ആക്കണം നമുക്ക്. മതിയാവണില്ല ഇത്. എല്ലാവർക്കും ഓരോ ബോയ്സിന്റെ ഒക്കെ. അപ്പൊ ബേസിക്കലി ഇവിടെയാണ് ബേബി നിങ്ങളും നിങ്ങളെ 2 ആൺപിള്ളേരെ. ഇത് നിങ്ങൾ എക്സ്ട്രാ ചെയ്യിപ്പിച്ചതാട്ടാ. ബേബി ഈ സ്വിച്ച് ബോർഡ് ഇവിടെ നിന്ന് കളഞ്ഞിട്ട് ഇവിടെ ചെയ്യാൻ പറ്റൂലേ? പറ, ചെയ്യാൻ പറ്റൂലേ ഇങ്ങനെ? അതും ചെയ്ത് സെറ്റായനെ. കുഞ്ഞി നീ എന്താ ചെയ്യണ അവിടെ? ബെഡിൽ കളിക്കണോക്കെ മൂലക്ക് ഇരുന്നിട്ട് അവിടെ. നോ കുഞ്ഞി, ഞാൻ അവനെ കാണിച്ചു തരാം കേട്ടാ. ഞാൻ ഈ ട്രൈപോഡ് പിടിച്ചോണ്ടാ പോണേ. കുഞ്ഞി നീ എന്താ ചെയ്യണ അവിടെ? സ്റ്റോപ്പ് ചെയ്യൂ കുഞ്ഞി. എബ്രോ അവന്റെ അടുത്ത് സംസാരിക്കുന്നത് നല്ലേ. സോ ലെറ്റ്സ് ഗോ. ഞാൻ ട്രൈപോഡ് പിടിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കേട്ടോ. ഓ ഗോഡ്. ഇനി എനിക്കുള്ള മെയിൻ പണി എന്താന്ന് പറഞ്ഞാൽ ബേബിയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യണം. അതിന് ഈ റൂം ആദ്യം ക്ലീൻ ചെയ്യണം. അതാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, സെറ്റ് ആക്കാം നമുക്ക്. ഗൈസ്, നമ്മുടെ ക്ലീനിങ് അങ്ങനെ ഒരു 40% കയ്യാറായി. ഇവിടെ വീണ്ടും ഇതൊന്നും പ്ലാനിലില്ലായിരുന്നു ഗൈസ്. പിന്നെ മാമിമാർ മോനും ഉടുക്കത്തെ ക്ലീനിങ് ആയതുകൊണ്ടിട്ട് അടിച്ച് പറിച്ച് എടുക്കണ്ടല്ലോ. ഓ, മലയാള ടീച്ചർ അടിച്ചു പറിച്ച് എടുക്കട്ട്. കുറച്ച് നമ്മുടെ ഓൾഡ് ലെഡ്ജേഴ്സ്, ബുക്സ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. പിന്നെ മെഷീൻസ് ഒക്കെ, ബില്ലടിക്കുന്ന മെഷീൻസ് അങ്ങനത്തെ ഒക്കെ. ഈ കോട്ടിലെ ബെഡ് നമ്മൾ മാറ്റി വേറെ ബെഡ് ഇടാൻ
പേസ്റ്റും ബ്രഷും അതിന് പൗച്ചില്ല നമ്മളെടുത്ത്. ഇത് എന്തിനാ എടുക്കണം? പൗച്ചിലിട്ടാ അതൊക്കെ നനയില്ലേ. ഓക്കെ. അതെന്താ? ഓ വെൽതുണ്ടപ്പോ സിപ്ലോക്ക് നമുക്ക്. ഓക്കെ, ഞാൻ വെൽതില്ലാണ്ട് ചെറുതാ യൂസ് ചെയ്തേ. കുറച്ച് സാൻഡൽസ് ഒക്കെ കവർ ചെയ്യണ്ടായിരുന്നു. ഇതെപ്പോ എടുത്ത് തരുമോ നമ്മൾ ബേബിക്ക്? വെൻ ഐ വാസ് പ്രഗ്നന്റ് എവിടെ മറ്റേ ഹോസ്പിറ്റൽ ബാഗ് ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത എക്സ്ട്രാസ് ആണ്. 2 years ആവാറ്. എക്സ്ട്രാ തുണികളൊക്കെ ഇതൊക്കെ നമുക്ക് ഇടയ്ക്ക് തുറക്കാൻ കഴിക്കാനൊക്കെ വേണ്ടി വരും. അതിനുള്ളത്. സോ യാ, അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കാം. ഓക്കെ, ഓവർ ഫീൽ ചെയ്യാതിരുന്നാ മതി. ഈ പൊടി അടിച്ചെടുക്കട്ടെ. ഉമ്മമാരുള്ളപ്പോ കണ്ട നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല. ഇനി നിങ്ങൾ കമന്റ് ഇടാൻ പറയരുത്. എന്റെ മമ്മ സമ്മതിക്കൂല. എല്ലാരും ഉമ്മമാരിങ്ങനെ ഉമ്മമാര് വരുമ്പോ പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കൂല. അവർ തന്നെ എടുക്കുള്ളൂ. ഇഫ് യു നോ യു നോ, ഇഫ് യു നോ യു നോ നോ. സെറ്റ് ബെഡ്ഷീറ്റ് ഇട്ടാ മതി. അതിനായി അതായത് കുറച്ചാൾ മറിച്ചായിട്ട് കുറച്ചാൾ തിരിഞ്ഞിടക്കല്ലേ. വൈബ്രന്റ് കളർ ബെഡ്ഷീറ്റ് ആണ് ഗൈസ് ഇടാൻ പോടെ. കണ്ണി തെറിക്കാൻ ഡബിളാക്കണോ? വേണ്ടല്ലോ, ഡബിളാക്കണ്ടല്ലോ. All these bedsheets we are not using. നമ്മുടെ ബെഡിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല ഇത്ര വൈബ്രന്റ് കളേഴ്സ്. ഡിസൈൻ സെന്റർ കുറച്ചും കൂടെ സൈഡ് സെന്റർ അല്ല. പില്ലോ ഒന്നും വേണ്ടല്ലോ, ജസ്റ്റ് ബെഡിനെ പോരേ. ഇതിലൂടെ ആവശ്യമില്ല. നിങ്ങൾ ആദ്യം കണ്ടല്ലേ എത്ര മെസ്സേജ് ഞാൻ ഫൈബർ കാണിച്ചു തരാട്ടോ. വേവ് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഇത് മോളിൽ വെക്കാന്ന് കുറെ പറയണ്ടായിരുന്നു. ബട്ട് ഹി വാസ് ലൈക്ക് വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ നമ്മുടെ. അപ്പൊ തുണി നിങ്ങൾക്ക് ഇവിടെ ഇട്ട് മടക്കാം. അല്ലെങ്കിൽ ഫുൾ എംപ്റ്റി ആയി കിടന്നാൽ യു കാൺ ഡു എനിത്തിങ് റൂമിൽ. അപ്പൊ അത് കിടന്നോട്ടെ, ഒന്ന് നീറ്റാക്കി ഇട്ടാൽ മതി ബെഡിൽ നോക്കി. Yeah, he always say the right things. അപ്പൊ നമ്മൾ നോ പറഞ്ഞില്ല. നോ പറയാതെ നമ്മൾ യെസ് പറഞ്ഞു. ഗൈസ്, I'm gonna mop now. ഞാൻ മോപ്പ് കൊണ്ടുവരട്ടെ. ഓക്കെ ഗൈസ്, കാലില് നച്ചഴുക്കും. വാഷ്റൂം പോയിട്ട് മോപ്പ് എടുക്കുമ്പോ നച്ചഴുക്കും. ബിക്കോസ് അത്ര പൊടി ഉണ്ടായിരുന്നു ഫാനിലൊക്കെ. അതൊക്കെ താഴെ വീണോ നമ്മൾ ചോട്ടിന് എടുക്കണല്ലേ. ഐ എം നോട്ട് വെയറിങ് സാൻഡൽ. അപ്പൊ വെള്ളം പോകുമ്പോ ഞാൻ മോപ്പ് കഴിയുമ്പോഴാണോ എടുത്ത് വെച്ച് എന്റെ കയ്യിൽ. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. അവിടെ സോന എന്തോ കഴുകാൻ പോയിട്ടുണ്ട്. എന്താണ് വാഷിംഗ് മെഷീനില് അറിയോ? ഇവിടെ എല്ലാ വീട്ടില് ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട്. ഞാൻ നൈറ്റാണെങ്കിൽ കാണിച്ചു തന്നെ. ഫുൾ ക്രിസ്മസിന്റെ ഫുൾ സ്റ്റാർ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കണ്ടോ. വയ്യ മനുഷ്യന് വയ്യ. No, I എന്നെ കണ്ടിട്ട് വയ്യാത്ത പോലെ ഇല്ല. പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. വയ്യാനെ പോലെ വയ്യാനല്ല, വയ്യാത്ത പോലെ. വയ്യാത്തല്ല, വയ്യു. വയ്യോ? ഐ മീൻ ഐ എം ഓക്കെ, ഐ എം ഓൾ റൈറ്റ്. അതന്നെ, പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഇതൊക്കെ കഴുകാനുള്ളത്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു കാർഡ് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? കണ്ടില്ലേ ഇപ്പൊ വെട്ടിത്തെളിച്ച് ഫുള്ള് വേറെ എന്തോ ചെയ്തത്. അവിടെ റബ്ബറിന്റെ മരം വരുന്നുണ്ടായിരുന്നു. അത് മാറി അവിടെ ആൾക്കാർ സ്ഥലം വാങ്ങിച്ച് ഇപ്പൊ മതില് കെട്ടി വെച്ചിട്ടുണ്ട്.
നമുക്കും ഇടിക്കായിരുന്നു. അല്ല, ഇപ്പുറത്തെ ഒരു പറമ്പായിരുന്നു, അത് കൂടാതെ അപ്പുറത്തെ ഒരു പറമ്പ്. അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോ നമുക്കൊരു വലിയ വീട് വെക്കാൻ പറ്റിയ ഒരു വലിയ പറമ്പ്, പെർഫെക്റ്റ് പ്ലേസ് ആയിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. അപ്പുറത്തൊക്കെ റബ്ബർ ഇതായിരുന്നു അല്ലെ, എല്ലാം വെട്ടി റബ്ബറിന്റെ മരങ്ങളായിരുന്നു ആ അപ്പുറത്തെ സൈഡില്. യെസ്. അപ്പൊ അപ്പുറത്തെ സൈഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഓണത്തിനൊക്കെ നമ്മ ഓടിക്കളിച്ച് മറ്റേ മത്സരങ്ങളൊക്കെ നിർത്തിയത്. ചൂട് നീ ചൂടാത്ത നോക്കെ നിക്കല്ലേ. അയ്യോ, Look at this, yaar. It's so good. Nice room. പക്ഷെ എനിക്ക് വേണമായിരുന്നു, തരൂലല്ലോ. മമ്മ ഇന്നലെ ഫുൾ മേക്ക് ഓവർ ഒക്കെ ഞാൻ എന്റെ ഒരു ടച്ചിൽ ചെയ്തേനെ. ഫുള്ള് പിങ്കും വൈറ്റ്, ഒരു ബേബി പിങ്ക് ഒക്കെ ആയിട്ടുള്ള ഐറ്റം ചെയ്തേനെ. ഇത് നമുക്ക് താഴെ വെക്കാം. ഇതെന്തിനാ ബെഡിൽ വെച്ച് കാണണ്ട, നമുക്ക് സാധനങ്ങളൊക്കെ കാണരുത്. ബെഡിൽ പില്ലോ ഒന്നും വേണ്ട, ഫുൾ വൈബ്രന്റ് കളേഴ്സ് ഇട്ടിട്ട് ഡോണറ്റ്സ്. ഇനി ചവരൊക്കെ കളയണം കൊണ്ടുവച്ച്. അടുത്ത പണി ബേബി തുടങ്ങിയിട്ടുണ്ട് ഫിക്സ് ആക്കാൻ വേണ്ടിട്ട്. ലെറ്റ് സീ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഈ ഫാൻ ഓഫ് ആക്കണോ ബേബി? ഹാളിലത്തെ ഇത് ഇത് എബ്രുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ബീബിത്ത എന്റെ മൂത്ത സിസ്റ്റർ. ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇപ്പോഴാ ഓപ്പൺ ചെയ്യുന്നത്. സോനാണ് തുറന്നിപ്പ. സോന ഭയങ്കര ആഗ്രഹം എപ്പോ ഇടാണ്. ഞാൻ പറഞ്ഞില്ല, വേറെ ഇനി ഇവരുടെ യുദ്ധം കാണാം ഗൈസ്. ഇരിക്കൂ ഇരിക്കൂ സുഹാനിട്ട്. കൺഫ്യൂസ് ആക്കല്ലേ, ഞാൻ ചെയ്തോളാം പ്ലീസ്. ഞാൻ സെറ്റ് ചെയ്ത് വിളിക്കാം, രണ്ടുപേരും ഒന്ന് പോയിത്തരാമോ? ഓക്കെ. സോന വിളിക്കുകയാണെങ്കിൽ ഒന്ന് എന്റെ അടുത്ത് പറ, ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് പറയാട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യട്ടെ ഗൈസ്. ഞാൻ എബുനെ ഉറക്കി വരണ ഗ്യാപ്പില് ഇവർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവരെന്ന് പറയണത് കേട്ട ബേബി എന്നെ കൊല്ലു. ബേബി സെറ്റ് ആക്കിയിട്ടുണ്ട്. വെയിറ്റ്, ഞാൻ മമ്മ അവിടെ അടിച്ചോണ്ടിരിക്കുക. ഞാനിത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ വെച്ച് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ. ആ റൂമിൽ തന്നെ വെച്ചോ, അത് തന്നെ ആ റൂമിൽ തന്നെ വെച്ച് ഞാൻ അങ്ങോട്ട് തന്നെ വരും. സോ ക്യൂട്ട്, നല്ല ഇതുപോലെ ഉണ്ട്, ഇങ്ങനൊരു റൂഫ് പോലെ, പക്ഷെ വെച്ചില്ല. സോ ഐ എം ഗോണ ഷോ യു. ഇത് അൺഫോർച്ചുനേറ്റ്ലി ചെയ്തത് എബുനും കാണാൻ പറ്റില്ല, ബിക്കോസ് ഹി ഈസ് സ്ലീപ്പിംഗ്. ഇന്ന് എബു എണിച്ച് വന്നിട്ട് വേണം ഇതിന്റെ റിയാക്ഷൻ എടുക്കാൻ. എബുന്റെ കേറുന്നില്ല, ക്രോസ് ആക്കൂ, ക്രോസ് ആക്കി കേട്ടു.
സീരിയസ്ലി അത്ര ഉള്ളൂ നമ്മുടെ ഇത്. അവിടെ തന്നെ വെച്ച് കാണിക്കാം. പിന്നല്ല ഈ സ്റ്റാൻഡാണെങ്കിൽ അതാണ് പറഞ്ഞ ക്രോസ് ആക്കാൻ ഒടിയണ്ട. ബേബിയുടെ കയ്യിൽ നിന്ന് കിട്ടു ഇന്ന്. I'll show you guys. Get set, go. It's so cute. So cute. നല്ല രസമില്ലേ? ബേബി ഇതിലിരിക്കാൻ പോയിട്ടാ സെറ്റാക്കി കഴിഞ്ഞിട്ട്. നല്ലുണ്ട് കളർഫുൾ ആയിട്ട്. എബുവിനെ എണീറ്റ് വരുമ്പോ എബുവിനെ അതിലിരുത്തിട്ട് നമുക്ക് സെറ്റാക്കാം. എനിക്ക് തന്നെ ഇരിക്കാൻ കൊതിയാവുണ്ട് ഈ കളറൊക്കെ കണ്ടിട്ട്. നല്ല രസമല്ലേ? അടിപൊളി. വാവ്. എബുവിന് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇരുത്താൻ പറ്റും. ഇതൊരു രണ്ട് സ്റ്റിക്കും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരും റൂഫ് വെച്ച് ഇങ്ങനല്ല, 2 സ്റ്റിക്കും കൂടെ ഉണ്ട്. അത് വേണ്ട, അല്ല അഴുക്ക് ഇങ്ങനെ വരും. അതൊരു കവറേജ് കൊള്ളൂല. ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ അവർക്ക്. ഇങ്ങനെ വരും, സ്റ്റിക്കും കൂടെ വരും. ഉള്ള എനിക്ക് തന്നെ ഇരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നൈസ് വൺ. നമ്മുടെ ഇനിയും കഴിഞ്ഞില്ല ഗൈസ്. അടിക്കൽ തുടക്കൽ ഇത് തന്നെ പണി. യെസ്, വീട്ടത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സോ ക്യൂട്ട്. അടിപൊളി. നൈസ്. നമ്മളെന്തേലും നിങ്ങൾ അനിയാണ് തുറക്കത്തെ. നമ്മൾ പറയണ്ട് തുറക്കാൻ. ഇല്ല ഇപ്പൊ കറക്റ്റാ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് റൂം ഗൈസ്. അടിപൊളിയല്ലേ? എങ്ങനെ മെസ്സ് ചെയ്തിട്ട് കിടന്നത്. ഇനിയാണ് പണി തുടങ്ങാൻ പോണത്. ഇവിടെ കബോർഡ് ഐ തിങ്ക് ഇന്നത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോ ഇത് ഇന്ന് ഇത്ര മതി. ഓ വാഷിംഗ് മെഷീൻ കറങ്ങുന്നു. എന്താണത്? ഓക്കെ, ഫുൾ ഡോണറ്റ്സ് ആണ് എടുത്ത് കഴിച്ച. സോ ഫുള്ള് ഇതൊക്കെ ക്ലീൻ ആയി. ഓക്കെ, പൊടിയൊക്കെ അടിച്ചിട്ട് നല്ല ക്ലീനായി. ഇനി ഈ ഏരിയയിൽ ഇതും എനിക്ക് മാറ്റിട്ട് എവിടെയെങ്കിലും വെക്കണം. ബിക്കോസ് ഐ ക്യാൻ യൂസ് ദിസ് മിറർ. നമുക്കിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ. നമ്മളെല്ലാം ഇരിക്കണ യൂസ് ചെയ്തിട്ടില്ലല്ലോ ഇവിടെ, തുടച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും റൂമിലത്തെക്കാൾ കുറച്ചുകൂടെ വലിയ മിറർ പോലെ ഫീൽ ചെയ്യണ്ട എനിക്ക്. നല്ലുണ്ട് ഇത് ഇവിടെ വെച്ച് ചെയ്യാൻ. അടിപൊളിയായിരിക്കും. ആൻഡ് ലൈറ്റിംഗ് ഈസ് സോ ഗുഡ്. ഇത് പൊട്ടിപ്പോയതാ, അങ്ങനെ പൊട്ടി. സോ ഞാൻ ഇത് സേഫ് ആയിട്ട് എവിടെയെങ്കിലും എടുത്ത് വെക്കട്ടെ. എബോന്റെ പല പല പിക്ചേഴ്സ്. ക്യൂട്ടിഫൈ. ഉറക്കമാണ് ഇപ്പോൾ ആള്. ആൻഡ് ഇതും നമുക്ക് എടുത്ത് വെക്കണം. സോ യാ ഗൈസ്, നല്ല പണിയൊക്കെ എടുത്ത് ക്ഷീണിതനായി പോയി കുളിച്ച്. ഓ മുഖണ്ടില്ലേ തിളങ്ങണ തിളക്കം. പ്ലംപി ആയിട്ട് നോക്കട്ടെ. ഓ നൈസ്. പണ്ടെപ്പോഴും ഞാൻ നോക്കില്ലേ എന്താണ് ഇതിന്റെ ഉള്ളിൽ. സോ ഹൈഡ്രേറ്റഡ് ആൻഡ് പ്ലംപി. യുവർ ഹെയർ ലുക്സ് ഗുഡ്. യാ, കളർ ചെയ്ത പോലെ. കുളിച്ച് ഫ്രഷ്. ഹൗ ഡു യു ഫീൽ? ഡീഹൈഡ്രേറ്റഡ്? Yes, we're planning to make some juice. Watermelon, orange. Okay, let's go to the kitchen guys. Juice ready ano? Yeah. Chilled one. Oh, kummati okay angane architto. Chillilla? No. Okay. And this plum cake. Come, let's give to the കൂടുതൽ പണിയെടുത്ത ആൾ. കം. ഓക്കെ, അവിടെ വേണം നീ പിടിക്കാൻ. അങ്ങനല്ല, തിരിച്ചു പിടിക്ക ഹാൻഡില്. ദിസ് ഇസ് ഫോർ യു. പണിയെടുത്തത് അങ്ങനെ എല്ലാം നിങ്ങളും കൂടെ കാണിക്കട്ടെ. വന്ന പരവ് എങ്ങനെയാണ് കേട്ടില്ലേ? ഇങ്ങനെയാണ് ഇവര് വന്നത്. കോമഡി ആയിട്ടില്ല അത് കാണാൻ. അതിന് തന്നെ താനെ തിന്നണ. എന്താ വിട്ടുപിടിച്ചത്? പ്രായത്തിൽ വീവൂലേ? ഒരാഴ്ചത്തേക്ക്. ബേബിയുടെ കസിന്റെ മാരേജ് ഉണ്ടതാ. ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് പ്ലം, ബട്ട് അരച്ചിട്ടില്ല. താങ്ക് യു.
അരിക്കാണ്ട് കുടിക്കണതാണ് അതിന്റെ ഒരു ഇത് ബാക്കി കൂടെ അടിക്കട്ടെ. യൂഷ്വലി എനിക്ക് പ്ലം ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ ഇത് കൊള്ളാട്ടോ. സോ ഗൈസ്, നമ്മൾ ആ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ബേബി ജ്യൂസ് ഒക്കെ കുടിച്ച് നമ്മൾ പ്ലം കേക്ക് ഒക്കെ കഴിച്ചു. ആൻഡ് ഒരു 1 hour മോർ ദാൻ 1 hour നമ്മൾ ഇവിടെ തന്നെയാണ്. ഞാൻ വേറെ മറ്റെടുത്ത ക്ലിപ്പിംഗ്സ് ഒക്കെ ഐ വാസ് എഡിറ്റിംഗ് ആൻഡ് ഹി വാസ് ഡൂയിങ് സംതിങ്. സോറും മാമ പുറത്തായിരുന്നു. ഇപ്പൊ ഗെറ്റ് നമ്മള് ഉള്ളിൽ വന്നു. ആന്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടില്. സോ വി വർ ടോക്കിംഗ് വിത്ത് ഹർ. അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി. ആരും ലഞ്ച് കഴിച്ചിട്ടില്ല ടിൽ നൗ. ബേബി ഈസ് ഈറ്റിംഗ്. മമ്മ പ്രിപ്പയർ ചെയ്ത ഒരു മാങ്ങ മസാല ഒക്കെ ഇട്ടിട്ട്, ബിക്കോസ് ദാറ്റ് മാങ്ങ ഈസ് ടോട്ടലി ആക്ച്വലി ആ മാങ്ങ കൊള്ളൂല റോ ഇങ്ങനെ തിന്നാൻ. ഒന്നും ഇടാതെ തിന്നാൻ കൊള്ളൂല. ഇറ്റ്സ് നോട്ട് സ്വീറ്റ്. അതിൽ മുളക് പൊടി അങ്ങനെയൊക്കെ ഒരു ജ്യൂസി ടൈപ്പായി നല്ല അടിപൊളി. Guys, so I'm going. I think that's it for this video. ഇന്നത്തേക്ക് മതി. നമുക്ക് ഇനി വേറെ വീഡിയോസ് ഒക്കെ ഞാൻ വീണ്ടും എടുക്കുന്നതായിരിക്കും. I want to be very active like before. Inshallah, I'm trying. കുറെ സാഹചര്യം കൊണ്ട് I can't take vlogs, but inshallah I have to. അപ്പോ I hope you enjoy this cleaning video. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു ഇച്ചിരി പേരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെ വീടൊക്കെ അലമാരികളൊക്കെ ക്ലീൻ ചെയ്തോ ടൈമുള്ള പോലെ. ബിക്കോസ് ഇറ്റ് ഗിവ്സ് ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ തരും. വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. യാ ഫോൺ അടിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. Until then, you guys stay tuned. Bye from us. Bye.